നിനക്കെന്താ സുഖമല്ലേ? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. നേരെ ഒത്തിരിയായി. ആഹാരം കഴിച്ചോ? വേണ്ട ചേട്ടാ, വിശപ്പില്ല. അയ്യേ, ചെറിയൊരു തലവേദന എന്ന് വെച്ച് പട്ടിണി ഇടന്നാലോ? വാ, ഞാൻ വിളമ്പിത്തരാം. കാപ്പി കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട്. വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. നീ എന്താ പെണ്ണെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് വരാം. രാധയെ നോക്കി രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുക. നീ എന്താ വരാതിരുന്നത്? എന്നോട് അത്രയ്ക്കേ സ്നേഹമുള്ളൂ അല്ലേ? രാധ എന്താ ഒന്നും മിണ്ടാത്തത്? അതറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. എന്റെ രാധയോടൊന്ന് തനിച്ച് സംസാരിക്കാൻ. വരട്ടെന്ന് വന്നാലേ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു തുറന്നങ്ങ് പറയും. എന്ത് പറ്റിയെന്നോ? നിങ്ങൾക്ക് എത്ര കാമുകിമാർ വേണം? നിങ്ങൾ എത്ര പേരെ കല്യാണം കഴിക്കും? എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. പഞ്ചാര വാക്കുകൾ പറഞ്ഞ് പല വീശുകയായിരുന്നു. വേണ്ട, നിങ്ങളെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാണ്. കടന്നു പോകൂ. രാധ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിയാണ്, നിങ്ങളൊരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ സ്നേഹിച്ചു പോയി. ഇനി നമുക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. നീ അത്രയ്ക്ക് പതിവ്രതയൊന്നും ആടെ. എല്ലാം സഹിക്കാം. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട കുറ്റം എന്താണെന്നറിയോ? ഞാൻ എന്റെ പെങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അവൾ എതിർത്തതുകൊണ്ട്
ഞാൻ അവളെ കൊന്നു. രാമേട്ടാ, അതെ ശാലിനി, അങ്ങനെ അവൻ എന്റെ പെങ്ങളുടെ ജീവിതം പിച്ചിച്ചേന്തി അറിഞ്ഞു. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവനെ കണ്ടുമുട്ടും. ഒന്ന് രാമേട്ടാ, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കൂ. ശ്രമിച്ചു ശാലിനി, പക്ഷേ കടലിലെ തിരകളെ പോലെയാണ് മനസ്സിലെ ഓർമ്മകൾ. ഒരിക്കലും മരിക്കില്ല. ശരിയാണ്, പക്ഷേ ചിലപ്പോൾ ചിലരെല്ലാം മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറന്നെന്ന് നടിക്കണം. എന്നെപ്പോലെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പ്രതികാരവുമായി നടന്നിട്ട് കാര്യമില്ല. രാമേട്ടനെ പഴയ രാമേട്ടനായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയാണ്. പ്ലീസ്. എനിക്കും അതറിയാഞ്ഞിട്ടല്ല. എങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ റപ്പായി പറഞ്ഞാണ് കാര്യങ്ങൾ അറിഞ്ഞത്. എന്ത് ഫലം, അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആ ദ്രോഹിക്ക് പ്രതിഫലം ഈശ്വരൻ കൊടുത്തോളൂ. രാമേട്ടൻ അയാളെ മറന്നേക്കൂ. നമുക്ക് കഴിഞ്ഞ ഓർമ്മകൾ മാത്രം പോരല്ലോ. എന്താ ഞാൻ പറഞ്ഞു കേക്കൂ? ശ്രമിക്കാം. കോളടിച്ചല്ലോ. സെൽമ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരുമായിരുന്നു. അതെങ്ങനെ? രാമേട്ടൻ ക്ഷണിച്ചു. രാമേട്ടനെ അറിയോ? എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരു നാട്ടുകാരാ. നേരോ? അപ്പൊ 2 ശതമാ. വരാതിരുന്ന നോക്കിക്കോ. തീർച്ചയായിട്ടും വരും. എന്ന് ഞാൻ പോട്ടെ. ദേ നിക്ക്, നല്ലൊരു കാര്യത്തിന് വന്നല്ലേ, കാപ്പ് കുടിച്ചിട്ട് പോ. അയ്യോ വേണ്ട, അവിടെ ഒത്തിരി പണിയുണ്ട്. പിന്നെ വരാം. ഇനി വന്നു. നീ ഇവിടെ ഇല്ലായിരുന്നു? വെറുതെ പുറത്തോട്ടിറങ്ങി. ഇത് പട്ടണമൊന്നുമല്ല, കറങ്ങി നടക്കാൻ സൂക്ഷിക്കണം. ആ വക്കീലിന് ഞാൻ ഫോൺ ചെയ്യാൻ പോവുകയാണ്. പ്രശ്നം സാവധാനം ആലോചിച്ചാൽ മതിയെന്ന്. അവനിവിടെ ഉണ്ടല്ലേ? ആര്? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത തെണ്ടി. ഇന്ന് നീ ആരാണെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഗതികേടാണ്. എങ്കിലും പറയാണ്, അവനവനെ കുറിച്ച് ഓർമ്മിച്ചിരുന്നാൽ എല്ലാവർക്കും നല്ലതാണ്. ഇതെന്ത് പാട്? ദോശ മാത്രം വന്നിട്ട് പോലും പേപ്പർ വായിക്കുന്നു. സാമ്പാർ വാ. താനൊന്ന് സമാധാനപ്പെട്. വിമാന റാഞ്ചി കൊണ്ടുപോയ കാര്യമൊന്നല്ല നോക്കുന്നത്, ഏത് പടം മാറിയെന്ന. അതിനിടയ്ക്ക് തന്റെ ഒരു സാമ്പാർ. തങ്കപ്പ, എനിക്കൊരു ചായതാ. വള്ളത്തിൽ ആള് കയറി തുടങ്ങി. ഒറ്റ പടം മാറിയിട്ടില്ല. ഒരുത്തൻ വരുന്നുണ്ട്. അന്നത്തെ പോലെ തന്നെ വഹിക്കാനായിരിക്കും. വാ വാ, ഇന്ന് വാ, ഇന്ന് തന്നു.